ഞാനിങ്ങനെ ഏകാന്തമായിട്ടിരുന്നപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു പോയി. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നതും ഞാൻ അവിടെ ഞാൻ വിജയിയായി. കാരണം എനിക്കൊരു അംഗവൈകല്യങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ മിടുക്കിയായി വളർന്ന് വലുതായി. 10 മാസങ്ങൾ ആകാറായപ്പോൾ ഞാൻ ഈ ഭൂമിയിലേക്ക് സന്തോഷാശ്രുക്കളോടെ കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു അല്ലേ. ഞാൻ എന്നിട്ട് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ കൈകാലിട്ടടിച്ച് കമലാൻ ശ്രമിച്ചു. അവിടെ ഞാൻ വിജയിച്ചു. പിന്നീട് ഞാൻ പതുക്കെ കമന്ന് കഴിഞ്ഞപ്പം മുമ്പോട്ട് നീങ്ങാൻ ശ്രമിച്ചു. തല പോയി പല പ്രാവശ്യം ഇടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ പരാജയപ്പെട്ടില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ മുട്ടയിൽ നിൽക്കാൻ ശ്രമിച്ചു. അവിടെയും വീണുപോയി. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ മുമ്പോട്ട് പോയി. പിന്നെ ഇരുന്നു. പിന്നെ പതുക്കെ നടക്കാൻ ശ്രമിച്ചപ്പോഴും എന്നെ പരാജയപ്പെടുത്താൻ തോന്നി. സാധാരണയാണ് ഞാൻ അവിടെ ഇട്ടിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ അവിടുന്ന് ഞാൻ വിജയിച്ചു. പല പ്രാവശ്യം വീണു. അവിടെ നിന്നെല്ലാം വിജയിച്ചു. അവസാനം ഞാൻ സ്റ്റെപ്പുകൾ കയറാൻ പഠിച്ചു. അങ്ങനെ ഞാൻ അവിടെയും എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ തോറ്റില്ല. ഞാൻ സ്റ്റെപ്പുകൾ കയറി. ഓരോ വീഴ്ചയിൽ ഞാൻ കൂടുതൽ വിജയങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അല്ലേ. ഞാൻ എന്നിട്ട് അങ്ങനെ പോയി ഞാൻ സ്കൂളിൽ പോകേണ്ട പ്രായമായി. എന്നെ സ്കൂളിൽ വിട്ടു. കൗമാരം, യൗവനം, അങ്ങനെ ഓരോ കാലഘട്ടങ്ങളും എൻ്റെ കഴിഞ്ഞു പോയി. അതിനിടയ്ക്ക് നല്ല കൂട്ടുകാരെ കിട്ടി. കുറേ കൂട്ടുകാർ പിരിഞ്ഞു പോയി. നല്ല സുഹൃത്ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ നമ്മളോട് മിണ്ടാതെ ആയിട്ടുണ്ട്. അതേപോലെ സാമ്പത്തിക പരാധീനതകൾ വന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ചവർ വഞ്ചിച്ചിട്ടുണ്ട് നമ്മളെ. അതേപോലെ എന്തെന്നാ പറയണേ, എല്ലാ മേഖലകളിലും പരാജയങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങി. എന്നിട്ടും തളർന്നില്ല. ചില സമയം ഒത്തിരി മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി കുത്തുവാക്കുകളും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാകട്ടെ, അധ്യാപകരിൽ നിന്നാകട്ടെ നമ്മൾക്ക് ഒത്തിരി അരുതായ്മകൾ, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ കേട്ടു വളർന്നു. അപ്പോൾ പതുക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ സാമ്പത്തിക പരാധീനതകളും അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന ഈ യൗവനകാലത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം എന്നെ ബാധിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ ഓരോന്നും എൻ്റെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. അത് എനിക്ക് തടയാൻ പറ്റുന്ന അവസ്ഥയിലേക്കല്ല എന്നെനിക്ക് മനസ്സിലാക്കും. ഈ പറയുന്ന ഞാൻ നിങ്ങൾ ഓരോരുത്തരുമാട്ടോ. ഞാൻ മാത്രമല്ല, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോവുക. അവസാനം നമ്മുടെ അരുതായ്മകൾ നമ്മൾ വകഞ്ഞു നീട്ടി മുന്നോട്ട് പോകാൻ ശ്രമിച്ച് എന്തെങ്കിലും സമൂഹത്തോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് സാധിക്കാതെ വന്നു. എന്തൊക്കെയോ നമ്മളെ പേടിപ്പെടുത്തുന്നു. നമുക്ക് മിണ്ടാതിരിക്കാൻ, നമ്മുടെ ശബ്ദത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് പലതും സമൂഹത്തോട് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ പിന്നെയും കടന്നുപോയപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി. നമ്മളെ മാത്രമല്ല, ഈ സമൂഹത്തെയാണ് നമ്മൾ പേടിക്കുന്നത് എന്ന് മനസ്സിലാക്കി. നമ്മളെയല്ല, നമുക്ക് ഉള്ള പ്രശ്നങ്ങളല്ല, മറ്റുള്ളവർ എന്തു പറയുന്നു എന്നാണ് നമ്മുടെ ചിന്ത എന്ന് പിന്നീട് മനസ്സിലാക്കിയപ്പോഴത്തേനും കാലം കുറെ കടന്നു പോയിരുന്നു. അപ്പോഴത്തേനും നമ്മൾ അവരുടെ പിടിയിൽ അകപ്പെട്ടു പോയിരുന്നു. ഇനി ഇതിൽ നിന്നും മുക്തി നേടാൻ നമുക്ക് ഒരു മാർഗ്ഗമുള്ളൂ. ഇതെല്ലാം തട്ടി നീക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊന്നും ആ പഴയ വിജയം നമുക്ക് നേടിയെടുക്കാൻ, നമ്മുടെ കുഞ്ഞുനാളിലെ വിജയം നേടിയെടുക്കാൻ നമുക്ക് മുന്നോട്ട് പോയാലല്ലേ പറ്റുള്ളൂ. സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തലുകളും സാമ്പത്തിക പരാധീനതകളും പ്രണയ നൈരാശ്യങ്ങളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചവിട്ടിത്താത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. നമ്മളോട് അരുത് എന്ന് പറയാൻ നമ്മുടെ അധ്യാപകരുണ്ടായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളുണ്ടായിരിക്കാം, നമ്മുടെ സമൂഹം ഉണ്ടായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്ക് മുന്നേറിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നിലോട്ട് ഏറ്റവും പുറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പരമാവധി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് നേടാൻ പറ്റാവുന്നിടത്തോളം നേടിയെടുക്കാൻ ശ്രമിക്കുക. ആ പഴയ കുഞ്ഞിലെയുള്ള വിജയം, അന്ന് നമുക്ക് വിജയമുണ്ടായതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ചുറ്റുപാടുകൾ നമ്മൾ കേൾക്കുന്നില്ലായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നില്ലായിരുന്നു. ഇല്ലേ? മറ്റുള്ളവരെന്താണ് പറയുന്നത്, നോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലായിരുന്നു. മറ്റുള്ളവർ നമ്മളോട് എന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് എഴുന്നേറ്റ് നടക്കുക. അതുമാത്രമായിരുന്നു നമ്മുടെ മുന്നിലെ ലക്ഷ്യം. അല്ലാതെ ആരെന്ത് പറയുന്നു നമ്മൾ ശ്രദ്ധിച്ചേ ഇല്ലായിരുന്നു. അതായിരുന്നു നമ്മുടെ വിജയത്തിന് കാരണം.
നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വളർന്നപ്പോഴും നമ്മളെ നിയന്ത്രിക്കാനില്ലായിരുന്നു. നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുന്നവരെ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ മേൽ നിയന്ത്രണങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാൻ തുടങ്ങിയത്. നമ്മളെ കൂടുതൽ കൂടുതൽ നിയന്ത്രിക്കും തോറും നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുക ചെയ്തല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, പരാജയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ആ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. നമുക്ക് മറ്റുള്ളവർ പറയുന്നതൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ വിജയമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അത് എത്ര പ്രതിസന്ധിയിലാണെങ്കിലും നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു വിജയം അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. അത് നമ്മൾ നേടിയെടുക്കുക, അതിനുവേണ്ടി മുന്നേറുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. എൻ്റെ ജീവിതം വെച്ച് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെയും നമ്മുടെയും ഒക്കെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്.